വേടൻ ദ പ്രഡേറ്റർ ദുബായിൽ ഇനി വേട്ടക്കിറങ്ങുകയാണ്. നവംബർ 23-ാം തീയതി UAE ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പരിപാടി, വേടന്റെ പ്രോഗ്രാം ദുബായിൽ നടക്കാനിരിക്കുകയാണ്. വേടന് ഈ സംസ്ഥാനം വിട്ടു പോകരുത് എന്നുള്ള കർശന ഉപാധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം നൽകുന്ന വേളയിൽ. ആ ഉപാധി അതിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ വേടൻ ഇളവ് കിട്ടുന്നു. വേടൻ ഇനി ലോകത്തിന്റെ എവിടെയും സഞ്ചരിച്ച് പ്രോഗ്രാമുകൾ ചെയ്യാം, പുരുഷാരങ്ങളെ ജനസാഗരങ്ങളെ ഇളക്കി മറിക്കാം. അങ്ങനെ വേടൻ അങ്ങനെ പറക്കുകയാണ്. വേടന്റെ ദുബായ് പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ്, ഇപ്പോൾ വേടനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയതിനു ശേഷവും അതിനു മുൻപും ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടരാമെന്ന് വിചാരിക്കുകയാണ്. വേടനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിലൊരു ആവേശമോ ഒരു ഊർജമോ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വേടന്റെ പ്രോഗ്രാം കാണുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ പോലെ എന്നൊക്കെ പറയാം. അപ്പൊ വേടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ കണ്ണടയുടെ ഒന്നും ആവശ്യമില്ല. മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടുത്തത് കൊണ്ട് ആണ് കണ്ണട വെക്കേണ്ടി വരുന്നതെങ്കിൽ കണ്ണടയുടെ ആവശ്യമില്ല. വ്യക്തതയും വെളിച്ചവും ഒക്കെ ഉണ്ട് വേടന്റെ നിലപാടുകൾക്ക്, വേടന്റെ ആശയങ്ങൾക്ക്, വേടന്റെ വരികൾക്ക്. എഴുത്തിന് ഒരു കലാകാരൻ എന്ന നിലയിൽ കൃത്യമായ ഒരു ദിശാബോധം സ്വയം ആർജിച്ചതിനൊപ്പം സമൂഹത്തിന് കൂടി പങ്കുവയ്ക്കുന്ന ഒരു കലാകാരനാണ് വേടൻ. വേടന്റെ ഈ സ്ത്രീ പീഡന കേസുകളിലേക്ക് വന്നാൽ വേടനെതിരെ ഒന്നിലധികം പരാതികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ മുൻകൂർ ജാമ്യം നൽകുന്ന കോടതിക്ക് സ്വാഭാവികമായിട്ടും നിരപരാധി എന്ന നിലയിൽ മാത്രമാണ്, അതായത് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്നുള്ളതാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ കാതൽ. ഏതെങ്കിലും ആക്ഷേപങ്ങളുടെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ ഒക്കെ പേരിൽ പൊതുസമൂഹം ഇങ്ങനെ ഇരുന്നിട്ട് അടിച്ചു വിടുന്നത് പോലൊന്നും കോടതികൾക്ക് വിധി പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് വേടൻ അറസ്റ്റിലേക്ക് പോകാത്തതോ, അങ്ങനെ ഒരു കേസിൽ അറസ്റ്റിലേക്ക് പോകാത്തതോ, മുൻകൂർ ജാമ്യം കിട്ടുന്നതോ, ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയിൽ തന്നെ വേടന് ഇളവ് കിട്ടുന്നതുമൊക്കെ. ഇപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ, ഇപ്പോ പീഡന കേസുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രതികരണം നടി പ്രിയങ്കയുടെ പ്രതികരണമാണ്. കുറെ സിനിമകളിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സത്യത്തിൽ ഈ അതിജീവിതമാരെയൊക്കെ അപമാനിക്കുന്ന പരിപാടിയല്ലേ ഇത്തരം കേസുകളിൽ കുറെ സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ പരാതി കൊടുക്കുന്നത്? കാരണം ഉഭയസമ്മത പ്രകാരമൊക്കെ ബന്ധങ്ങൾ സ്ഥാപിച്ച ശേഷം മാസങ്ങളോ വർഷങ്ങളോ പല തവണ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്ത ശേഷം പിന്നീട് പീഡന പരാതിയുമായിട്ട് വരുന്നത് എന്ത് മര്യാദകേടാണ്. വേണമെന്നല്ല, ഇനി ആരായാലും അത്തരം കേസുകളിൽ അത്തരക്കാർക്കൊപ്പം നിൽക്കും എന്ന് ആ നടി പറയുന്നുണ്ടായിരുന്നു. അപ്പോ സത്യത്തിൽ അതിജീവിത എന്ന് പറയുന്ന പേര് തന്നെ ഇപ്പൊ വല്ലാതെ ഒരു തമാശയായി മാറിയിട്ടുണ്ട്. കാരണം യഥാർത്ഥ അതിജീവിതമാർ ഈ ചൂഷണം ചെയ്യപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നാളെ അവരെയും അതിജീവിത എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്, ഇവരെയും അതിജീവിത എന്ന ഗണത്തിലാണ് പെടുത്തുന്നതെങ്കിൽ വല്ലാത്ത കഷ്ടമാണ്. ഇപ്പൊ ഈ വേടന്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ക്ലബ് ചെയ്യാൻ തോന്നുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. രാഹുലിന് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അങ്ങനെ അത് ആക്ഷേപമായിട്ടോ ആരോപണമായിട്ടോ നിലനിൽക്കുമ്പോൾ, അത് അംഗീകരിക്കുമ്പോൾ തന്നെ അത് എത്ര പ്രാവശ്യം എന്നുള്ള ചോദ്യമുണ്ട്. ഒരു പ്രാവശ്യമാണെങ്കിൽ രാഹുൽ കൊണ്ട് ബലാത്സംഗം ചെയ്തതാണെന്ന് പറയാം. പലതവണ അത്തരത്തിൽ ബന്ധപ്പെടുകയും ഗർഭം ധരിക്കുകയും ഗർഭഛിദ്രം ഉണ്ടാവുകയും ഒന്നിലധികം തവണയൊക്കെ ഗർഭഛിദ്രം ഉണ്ടാകുന്ന സമയത്താണ് നമ്മളൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുന്നത്, ഇത് ഈ പെൺകുട്ടി അറിഞ്ഞില്ലേ? പ്രിയങ്ക ചോദിക്കുന്നത് പോലെ പെൺകുട്ടിയുടെ വീട്ടുകാരൊന്നും അറിഞ്ഞില്ല, അവരൊക്കെ ഉറങ്ങുകയായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് മക്കളെന്ന് പറയുമ്പോഴാണോ ഇതൊക്കെ വീട്ടുകാരറിയുന്നത്? ഈ പെൺകുട്ടികൾ അപ്പോഴാണോ ഈ ചൂഷണം എന്നൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമായി അവിടെ നിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് വേടന് അവാർഡ് കൊടുത്തത് വലിയ ഒരു ബാധകമായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നടൻ ജോയ് മാത്യു രംഗത്ത് വന്നു. അതുപോലെ മുൻ DIG ശ്രീലേഖ IPS പറയുന്നത് മോദിക്കെതിരെ പാട്ടെഴുതിയത് കൊണ്ടാണ് വേടൻ അവാർഡ് കിട്ടിയതെന്നാണ്. മോദിക്കെതിരെ വേടൻ പാട്ടെഴുതിയിട്ടുണ്ട്. മോദി ഒരു കപട ദേശീയവാദിയാണ് എന്നുള്ള അങ്ങനെ നേരിട്ട് പറയുന്ന വരികൾ മോദി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ വരികൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ വാളെടുത്തവൻ രാജ്യം ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ വാളെടുത്തവൻ രാജ്യം ഇങ്ങനെ വിഭജിച്ച് പകുത്ത് ഈ അധികാരം കൈയാളുമ്പോൾ വാക്കെടുത്തവൻ അവൻ തീവ്രവാദിയാകുന്നുവെന്നും ഭീകരവാദിയാകുന്നുവെന്നുമുള്ള വർത്തമാനകാല യാഥാർത്ഥ്യം വേടൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വേടൻ അവാർഡ് കൊടുത്തത് എന്നുള്ള വാദം. അതുപോലെ ഈ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന കേസുകൾ നേരിടുന്ന വേടന് അപ്പോൾ അത് അന്യായമാണ്, ആ സ്ത്രീകളുടെ ചോര അല്ലെങ്കിൽ കണ്ണുനീര് അതിന്റെയൊക്കെ അംശം ആ പുരസ്കാരത്തിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന വലിയ ഇന്ന് കുറച്ചു മുമ്പ് ഞാൻ വായിച്ചത് ഈ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന മലയാളത്തിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനും ഗാനരചയിതാവും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ജയിലിൽ കിടന്ന ആൾക്കോ അല്ലെങ്കിൽ സ്ത്രീപീഡന കേസിൽപ്പെട്ട ആൾക്കോ അത്തരത്തിലുള്ള കേസുകളിൽ, ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് പോലും
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത നാട്ടിലാണ് വേടന് പുരസ്കാരം കൊടുത്തത് ഏറ്റവും വലിയ പ്രശ്നമായി പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ ഹാലിളകലുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വല്ലാത്ത തമാശകൾ കൊണ്ട് നിറയുന്ന വർത്തമാനകാലം. ഇവരൊക്കെ എന്താണ് പറയുന്നതെന്നോ എവിടെയാണ് ജീവിക്കുന്നതെന്നോ ഒന്നും അറിയാത്തിടത്താണ് കുറച്ചുകൂടി വ്യക്തതയോടെ സമൂഹത്തെ കാഴ്ചകൾ കാണാനും ചരിത്രം എന്താണെന്ന് ബോധ്യപ്പെടുത്താനും അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കുമെതിരെ ഒരു പോരാട്ടം തന്റെ കലയിലൂടെ നടത്തുന്നു എന്നുള്ളതാണ്. വേടൻ സത്യത്തിൽ കേരളത്തിലെ മിക്കവാറും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം അടിമകൾ, ഈ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് അടിമകൾ ഇല്ലാതാകുന്ന ഒരു കാലമാണോ വരുന്നതെന്നൊരു സംശയമുണ്ട്. നമ്മൾ ഈ അന്തങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ അന്തങ്ങൾ അന്ധമായി ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാവാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ അന്ധമായ മതവിശ്വാസവും മതവെറിയും അതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു തലമുറയും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അവിടേക്കൊക്കെയാണ് വേടൻ തന്റെ കണിശമായ വാക്കുകൾ കൊണ്ട് വെളിച്ചം വീശുന്നത്, അല്ലെങ്കിൽ വേടൻ നാളെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയാകുന്നത്. ഈ ജെൻസി എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ജെൻസി ഏറ്റവും കൂടുതൽ തടിച്ചുകൂടുന്നത്, അല്ലെങ്കിൽ വേടന് വേണ്ടി വേടന്റെ വാക്കുകൾ കേൾക്കാൻ, വേടന്റെ കഥ കേൾക്കാനൊക്കെ അത് അങ്ങനെ തടിച്ചുകൂടുന്നുണ്ടെങ്കിൽ അത് 1000-ഓ 10,000-ഓ ലക്ഷമോ അങ്ങനെ നമുക്ക് എണ്ണിയെടുക്കേണ്ടി വരുന്ന നിലയിലേക്ക് വേടന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം, ആ സ്വാധീനത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെ അത് ഭയപ്പെടുന്നുണ്ട്. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൃത്യമായും ഏറ്റവും ശക്തമായും നേരിടുന്നത് വേടനാണ്. വേടന്റെ കലാപ്രവർത്തനങ്ങളാണ്, വേടന്റെ വരികളാണ് എന്നൊന്നുമുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതി വെക്കുകയല്ല, 4 കവിത എഴുതി അങ്ങ് കൂട്ടുക എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ 4 വരികൾ എഴുതി ഈ ജനസാഗരങ്ങളെ ഇളക്കി മറിക്കാനുള്ള മാന്ത്രിക വിദ്യ മാത്രം അറിയാവുന്ന ആളൊന്നുമല്ല വേടൻ. അതിനപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന് എനിക്കെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറത്ത് ഒരു ചരിത്രബോധമുണ്ട് വേടന്. വേടന്റെ ചരിത്രബോധം വേടന്റെ പല പ്രസന്റേഷനുകളിലും നമുക്ക് വ്യക്തമാകും. ഇപ്പൊ പലസ്തീൻ വിമോചനവുമായി ബന്ധപ്പെട്ട് വേടൻ കവിത എഴുതി അല്ലെങ്കിൽ പാട്ടെഴുതി എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഒരു സ്റ്റേജിൽ ഈ വേടനെ ആദ്യമായി, വേടനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ വേടൻ എന്ന് പറഞ്ഞ ഇത് ഇത്രയും വലിയ പ്രതിഭാസമാണെന്ന് എനിക്ക് തോന്നിയത്, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗൂസ് ബംസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അതിനപ്പുറത്ത് കണ്ണ് നിറഞ്ഞു പോകുന്ന തരത്തിൽ വേടന്റെ ചില വാക്കുകൾ, അതാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. വേടന്റെ ഒരു റീലാണ് അത്. പലസ്തീൻ വിമോചനവുമായി ബന്ധപ്പെട്ട് വേടൻ ജനിക്കുന്നതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഐക്യരാഷ്ട്ര സഭയിൽ പോയിട്ട് അവിടെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി സംസാരിച്ച പലസ്തീൻ സ്വാതന്ത്ര്യ സമര പോരാളിയായ യാസർ അറാഫത്തിന്റെ വാക്കുകളായിരുന്നു. ആ വാക്കുകൾ വേടൻ പറഞ്ഞത് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടാണ്. വേടൻ പറയുകയാണ്, യാസർ അറാഫത്ത് ഐക്യരാഷ്ട്ര സഭയിൽ പോയിട്ട് അവിടുത്തെ ആളുകളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വരികൾ ഇങ്ങനെ പറയുന്നത്. എന്റെ വലത് കൈയിൽ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തൂക്കും, ഇടത് കൈയിൽ ഒരു ഒലീവിൻ ചില്ലയുമാണുള്ളത്. ഈ ഒലീവിൻ ചില്ല താഴെ വീഴാതെ നിങ്ങൾ നോക്കണേ, ഈ ഒലീവിൻ ചില്ല താഴെ വീഴാതെ നിങ്ങൾ നോക്കണേ, ഈ ഒലീവിൻ ചില്ല താഴെ വീഴാതെ നിങ്ങൾ നോക്കണേ എന്ന് റാഫത്തിന്റെ വാക്കുകൾ പുതുതലമുറയ്ക്ക്, നമ്മൾ ജെൻസി എന്ന് പറയുന്ന തലമുറയ്ക്ക് മുമ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മനസ്സുകളിലേക്ക് കയറുന്നുണ്ട്. പലസ്തീനെ കുറിച്ച് 10 സിനിമ എടുത്താലും ചിലപ്പോ ഈ പുതുതലമുറയുടെ മനസ്സിൽ കയറില്ല, അല്ലെങ്കിൽ 4 നോവൽ എഴുതിയാലും കയറില്ല, എത്ര പ്രസംഗങ്ങൾ നടത്തിയാലും കയറില്ല. പക്ഷേ വേടൻ അങ്ങനെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസിന് ഇടയ്ക്ക് യാസർ അറാഫത്തിനെയും പലസ്തീൻ വിമോചന പോരാട്ടങ്ങളെയും ഓർത്തെടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ഹൈറ്റ്, അതിന്റെ ഒരു തീവ്രത അതെത്രയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അതിനുശേഷമാണ് വേടനെ കൃത്യമായിട്ടും ശ്രദ്ധിച്ചു തുടങ്ങുന്നതും വേടന്റെ പാട്ടുകൾ കേൾക്കുന്നതും. ഇപ്പോ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മായുകില്ല, കട്ടായം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള എത്രയെത്രയോ വരികൾ. എന്തിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവര് പലപ്പോഴും ഈ കീഴാള രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ രാഷ്ട്രീയ സ്വത്വത്തെക്കുറിച്ചും ദളിത് ഐഡന്റിറ്റിയെ കുറിച്ചും ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വേടൻ അതൊന്നുമല്ല പറയുന്നത്. വേടൻ അതിനൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതാ നിന്റെയൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു ലൈനാണ് വേടന്റെ വരികൾ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പാണനല്ല, പുലയനല്ല, പറയാനല്ല, നീ തമ്പൂരാനുമല്ല, ആണേൽ എനിക്കൊരു മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഞാൻ കീഴാളനാണ്, കറുത്തവനാണ്, മറ്റവനാണെന്നും പറഞ്ഞാൽ എനിക്കുള്ളതേ നിനക്കും ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നിനക്ക് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കൊരു
ഇല്ല എന്ന് പറയുന്നിടത്തുണ്ടല്ലോ, അത് ഏറ്റെടുക്കാൻ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഇവിടെയുണ്ട്. അത് വേടനെ പോലെയുള്ള കലാകാരന്മാരാണ് ശരിക്കും നമ്മൾ നാളേക്ക് നോക്കുമ്പോൾ നമുക്ക് ആശങ്ക തോന്നേണ്ടി വരാത്തതിന്റെ കാരണമുണ്ടെങ്കിൽ അത്. അല്ലാതെ നമ്മുടെ സമൂഹം പല കാര്യങ്ങളുടെ പേരിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൂടുതൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ്, വല്ലാതെ വിണ്ട് കീറിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്തിലാണ് വേടൻ ആ നിലയ്ക്ക് വേടന്റെ വരികളും കലാപ്രവർത്തനവും ഒക്കെ ശ്രദ്ധേയമാകുന്നു. വേടൻ അങ്ങനെയാണെങ്കിൽ ആ പ്രഡേറ്റർ ഇരപിടിക്കാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ വേട്ടക്കിറങ്ങുന്നു. ദുബായിൽ നവംബർ 23 തീയതിയാണ്. നവംബർ 23 തീയതി പ്രോഗ്രാം നടക്കുന്നത് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടാണ്. ദുബായിലെ അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ 3 മണിക്ക് ഗേറ്റുകൾ തുറക്കുമെന്ന് പറയുന്നു. 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങുകയാണ്. പ്രോഗ്രാമിന്റെ തീമൊക്കെ നല്ല രസമാണ്. പ്രോഗ്രാമിന്റെ തീം എന്ന് പറയുന്നത് കാട് ഭൂമിയുടെ ശബ്ദം എന്നുള്ള തീമിലാണ്. ഈ വേടനൊപ്പം മറ്റ് 5 കലാകാരന്മാരും പങ്കെടുക്കുന്നു. യുഎയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മ്യൂസിക്കൽ പ്രോഗ്രാം എന്ന് സംഘാടകർ ഇതിനെപ്പറ്റി പറയുന്നു. അപ്പോൾ ഇതിന്റെ അവതരിപ്പിക്കുന്നത് കണ്ണൻ രവി ഗ്രൂപ്പ്, അതുപോലെ ക്യൂരിയോ ക്രാഫ്റ്റേഴ്സ്, കോപ്പർനിക്കസ് ഇവരൊക്കെ ചേർന്നാണ്. ഹൗസ് ഓഫ് അജിത് വിനായക ഫിലിംസ് ഇവരൊക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരു വമ്പൻ പരിപാടിയാണ്. 60-70 റിയാൽ മുതൽ 640 റിയാൽ വരെയുള്ള, റിയാൽ അല്ല കേട്ടോ, ദർഹംസ് വരെയുള്ള ടിക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ടിക്കറ്റുകളൊക്കെ ഇതിനകം കൊടുത്തു തുടങ്ങി. platinumlist.net അതുവഴിയാണ് ഈ ടിക്കറ്റുകളുടെ അവൈലബിലിറ്റി. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ platinumlist.net ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുക. അപ്പൊ എന്തായാലും ഒരു ഗംഭീര പരിപാടി. വേടൻ ദുബായിലേക്ക് പറന്നിറങ്ങുന്നു. ഇനി ദുബായിൽ നിന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് വേടൻ ഇങ്ങനെ പറക്കട്ടെ. വേടന് കഴിയുന്ന തരത്തിലുള്ള ഈ സാമൂഹ്യ പരിഷ്കരണം അതിങ്ങനെ വേടൻ നടത്തിക്കൊണ്ടിരിക്കട്ടെ. വേടനെ പോലെയുള്ള ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ വേടനെ പോലെയുള്ള ചെറുപ്പക്കാരാണ് തീർച്ചയായും സത്യമായും നാളെയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യാശ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരാണ്, ഇങ്ങനെയുള്ള കലാപ്രവർത്തകരാണ്, ഇങ്ങനെയുള്ള നല്ല മനുഷ്യരാണ്. വേടന എല്ലാ ആശംസകളും. വേടൻ പൊളിക്കട്ടെ ദുബായ്.